അപ്പാ അപ്പ എണീറ്റോ? മോളെ ആ വരുന്നു. ബസ് ഇപ്പൊ പോട്ടോ. മോളെ എന്തെങ്കിലും കിട്ടിയിരിക്കില്ലേ? ആർക്കറിയാം. മോളെ ഇരുടാണതിന്റെ മുമ്പ് വീട്ടിലെത്തൂലേ? അപ്പാ ഞാൻ എത്തിക്കോളാം. ഊന്നിയതല്ലേ? മോളെ 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 എവിടെ പോയി? ഞാനിപ്പോ കർത്താവേ, മോളെ 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 ഹലോ 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 ആരാ? അപ്പാ മോളെ നീ എവിടെയാ? ഇവിടെ നാട്ടുകാർ പലതും പറയണ്ട്. എനിക്കറിയില്ലേ എന്റെ മോളെ. മോളെവിടെയാ? അപ്പം കേട്ട സത്യം, ഞാൻ അമലേട്ടന്റെ കൂടെയാണ്. എന്നാലും അപ്പനോട് ഇത് ചെയ്തല്ലോ മോളെ. അപ്പൻ എന്താ വേണ്ടേ? അപ്പം പറഞ്ഞു ഡ്രസ്സ് ഇട്ടു, അപ്പം പറഞ്ഞു പഠിച്ചു, അപ്പം പറഞ്ഞപ്പോ അമ്മനെ വരെ മറന്നില്ലേ? അപ്പനറിയാം എന്റെ ഇഷ്ടം എന്താണെന്ന്. എനിക്കും അറിയില്ല അപ്പ എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്. ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം. ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടിക്ക് ഞാൻ വില പറയും. അതാണ് അതിന്റെ വില. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലേ വണ്ടി ആ ഷെഡ് കയറ്റിയിട്. അതൊന്നും നടപടിയാവില്ല കുട്ടിയെ. ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഞാനാണ് സാബു, സ്റ്റെഫീന്റെ. എവിടാ അവനവളു? എന്റെ പിള്ളേരെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോയതാ. അച്ഛായ, പിള്ളേര് തമ്മിൽ ഇഷ്ടത്തില, നമ്മക്ക് അങ്ങോട്ട് നടത്തി കൊടുക്ക. നമുക്ക് നടത്തി കൊടുക്ക. കല്യാണവും നടത്തി കൊടുക്ക, അവളെ 16 അടിയും നടത്തി കൊടുക്ക. അച്ഛായ, നിങ്ങളത്ര പണവും പ്രതാപവും ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ കയറി പിള്ളേരെ ഒന്ന് തൊട്ടവനെ ഞാൻ തീർക്കും.
പണി മറന്നിട്ടില്ല, നിർത്തിയിട്ടുള്ളൂ. അറിയാലോ പഴയ സാബുനെ? അല്ല ചായ, അയാൾ ഈ കണ്ട ഡയലോഗ് അടിച്ച് കട്ടയാനൊന്നും ഉണ്ടാക്കുക. നിനക്കയാളെ അറിയാൻ മേലാഞ്ഞിട്ടാ. പഴയൊരു പുലിയത്. ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിലേ ഇറച്ചിയിൽ മണ്ണ് വരും.